ഇന്നത്തെ പണി നമ്മളെ തെങ്ങിന് കുറച്ച് വളമിടാൻ ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അത് ഇട്ടേക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ നല്ല തിരാമഴ പെയ്യാൻ തുടങ്ങിയതുകൊണ്ട് വിചാരിച്ചിട്ട് നമ്മൾ സ്വന്തമായിട്ടുണ്ടാക്കിയ വളമാണത്. ചകിരിച്ചോറും കോഴിവളവും ബാംഗ്ലൂർ ICHR കൊണ്ടുവന്ന ജീവാണുക്കളും കൂടി ഇട്ടിട്ടുള്ള വളമാണ്. നമ്മൾ ഓർഗാനിക്കായിട്ട് ചെയ്യുന്നതുകൊണ്ട് പുറമേ നിന്നുള്ള വളങ്ങളൊന്നും മേടിച്ചിട്ട് നമ്മളെ പറമ്പിൽ ഉപയോഗിക്കാറില്ല. നമ്മൾ സ്വന്തം ഉണ്ടാക്കുന്ന വളം മാത്രമേ ഇടാറുള്ളൂ. പിന്നെ വളം ഇട്ട ശേഷം കുറച്ച് മണ്ണിട്ടും കൂടി കൊടുക്കണം. അല്ലെങ്കിൽ വെയിൽ തെളിഞ്ഞു കഴിഞ്ഞാൽ ജീവാണുക്കളൊക്കെ വെയിൽ കൊണ്ട് നശിച്ചു പോകും. അതുകൊണ്ട് വളമിട്ട ശേഷം കുറച്ച് മണ്ണിട്ട് കൊടുക്കണം. ഇവിടം നനയ്ക്കാൻ പറ്റുന്നതായതുകൊണ്ടാണ് വളമിടാൻ വേണ്ടി ഇപ്പോൾ താമസിച്ചത്. മറ്റു നനയ്ക്കാൻ പറ്റാത്ത സ്ഥലങ്ങളിലൊക്കെ നേരത്തെ വളമിട്ട് മൂടിക്കഴിഞ്ഞു. ഇപ്പോൾ ഇവിടെ എനിക്ക് ഏത് വേനൽക്കും ഇഷ്ടംപോലെ വെള്ളം ഉള്ളത് കൊണ്ട് നനയ്ക്കാൻ പറ്റും. ഇത് ഞാൻ റബ്ബർ കൊത്തിയ ഒരു സ്ഥലമായിരുന്നു. അവിടെ ആദ്യം കശുമാവ് വെച്ചു. കശുമാവിന് ഇടവിളയായിട്ട് ആദ്യം തെങ്ങ് വെച്ചു. അതിനിടവിളയായിട്ടാണ് കശുമാവ് വെച്ചത്. ഭാസ്കര എന്ന് പറയുന്നവരെല്ലാം കശുമാവ് വെച്ചത്. കശുമാവ് 3-ാം വർഷം തന്നെ നല്ലവണ്ണം കായ്ച്ചു. അപ്പോൾ തെങ്ങിന് വളവും തണുപ്പും ആയിക്കോളൂല്ലോ എന്ന് വിചാരിച്ചിട്ട് ഈ കിട്ടിയ കശുവണ്ടി ഫുള്ള് ഈ തെങ്ങിൻ്റെ തൈരെ ചുവട്ടിലിട്ടു. കശുവാമ്പഴം ചുവട്ടിലിടുന്നത് ദോഷമാണെന്ന് പിന്നെയാണ് മനസ്സിലായത്. പിന്നെ വളവിടാൻ വേണ്ടി ഈ തെങ്ങിനൊരു ക്ഷീണം കണ്ട് എന്നാൽ കുറച്ച് ചാണകപ്പൊടിയൊക്കെ ഇട്ടേക്കാമെന്ന് വിചാരിച്ച് ചുവട് മാന്തി നോക്കുമ്പോഴാണ് കണ്ടത് അതിൻ്റെ ആ ചെറിയ വേരുകൾ കംപ്ലീറ്റ് ദ്രവിച്ചു പോയിരുന്നു. അതെൻ്റെ കൃഷിയിലെ ഒരു അനുഭവം ആയിരുന്നു. നിങ്ങൾ ശ്രദ്ധിക്കണം. കശുവാമ്പഴം കഴിയുന്നതും തെങ്ങിൻ്റെ ചുവട്ടിലിടാണ്ട് ചുവട്ടിൽ നിന്ന് മാറ്റി 4 തെങ്ങിൻ്റെ ഇടയ്ക്ക് കുഴി കുത്തിയിട്ടേ ഇടാവുള്ളൂ. ഇല്ലെങ്കിൽ തെങ്ങിൻ്റെ ചുവട്ടിലുള്ള വേരുകൾ കംപ്ലീറ്റ് നശിച്ചു പോകും. അതുപോലെ പറമ്പിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ കമ്പൊക്കെ വളമിട്ട ശേഷം ചവറൊക്കെ കൊത്തി കൂട്ടുക. അതിനുശേഷമുള്ള കമ്പുകൾ കൊത്തി ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വിറകിനുമായി. അപ്പോൾ ഇതിപ്പോൾ ചവറ് കൊത്തുന്നതെല്ലാം ഇങ്ങനെ കൊത്തി വെക്കും. അപ്പോൾ പച്ചയോടെ കൊത്തി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൊത്തി മുറിക്കാൻ എളുപ്പമുണ്ട്. ഇത് ഉണങ്ങിക്കഴിഞ്ഞാൽ എല്ല് പോലെ കട്ടിയാകുന്നതുകൊണ്ട് നമുക്ക് മുറിക്കാനും പറ്റില്ല.